ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവത്തിൽ ആലപ്പുഴയിലെ 2 സ്കാനിംഗ് സെന്ററുകൾ ആരോഗ്യവകുപ്പ് പൂട്ടി സീൽ ചെയ്തു. സ്കാനിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ളവയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പൂട്ടി സീൽ ചെയ്തത്. സുലേഖയുണ്ട് വിശദാംശങ്ങളുമായി. സുലേഖ, വളരെ ഗുരുതരമായ ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നു. അതേ തുടർന്ന് കൃത്യമായ രീതിയിലുള്ള നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എങ്ങനെ? നന്ദു, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ജനിച്ച കുഞ്ഞിന് വൈകല്യങ്ങളുണ്ട് എന്ന തരത്തിലുള്ള പരാതി മാതാപിതാക്കൾ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയതാണ് ആശുപത്രിയിൽ നിന്നോ ഇത്തരത്തിലുള്ളൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല. ഇത് സ്കാനിംഗ് സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള സ്കാനിങ്ങിലൂടെ കഴിയുമെന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ ആലപ്പുഴയിലെ സ്കാനിംഗ് സെന്ററുകളിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ആലപ്പുഴയിലെ 2 സ്കാനിംഗ് സെന്ററുകൾ പൂട്ടി സീൽ ചെയ്ത് ലൈസൻസ് അടക്കം റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് കടുത്ത നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നത്. ഈ 2 സ്കാനിംഗ് സെന്ററുകൾ ഇത്തരത്തിൽ പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. സ്കാനിംഗ് മെഷീനുകൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പൂട്ടി സീൽ ചെയ്തത്. നിയമപ്രകാരം സ്കാനിങ്ങിന്റെ റെക്കോർഡുകൾ 2 വർഷം സൂക്ഷിക്കണമെന്നതാണ് നിബന്ധന. എന്നാൽ അന്വേഷണത്തിൽ റെക്കോർഡുകളൊന്നും തന്നെ ഒരു സ്ഥാപനവും സൂക്ഷിച്ചതായി കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദ് ചെയ്യുന്ന ഒരു കടുത്ത നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പിലെ വിദഗ്ധ സംഘം നടത്തുന്ന പരിശോധനകൾക്കിടയിലാണ് ഇത്തരത്തിൽ റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ളവ സൂക്ഷിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയത്. ഇതിന്റെ തുടരന്വേഷണം നടക്കുകയാണ്. അപ്പോൾ ഈ അന്വേഷണത്തിന് ഒടുവിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തുടർ നടപടികളും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. നന്ദു.